2018 തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുണ്ടായ ഈ വെടിവെപ്പിൻ്റെ ദൃശ്യങ്ങൾ അധികം ആരും മറക്കാൻ സാധ്യതയില്ല. വേദാന്തയുടെ സ്റ്റെറിലൈറ്റ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയായിരുന്നു വെടിവെപ്പ്. ഇക്കാര്യം ഇപ്പോൾ പറയാനൊരു കാര്യമുണ്ട്. കാരണം ഈ വേദാന്തയുടെ ഫാക്ടറി അടച്ചുപൂട്ടിയ തമിഴ്നാട് സർക്കാരിൻ്റെ നടപടി ഇന്നലെ സുപ്രീം കോടതി ശരിവച്ചിരുന്നു. ഈ വെടിവെപ്പ് നടന്ന് മണിക്കൂറുകൾക്കകം എൻ്റെ സഹപ്രവർത്തകരായ അനൂപ് ദാസും അതുപോലെ നല്ലേ മുരുകനും ഈ തൂത്തുക്കുടിയിലെത്തിയിരുന്നു. അനൂപ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപെ, 2018 ഈ തൂത്തുക്കുടിയിലെ വെടിവെപ്പ് സമയത്തും അനൂപ് അവിടെ പോയിരുന്നു. എന്തായിരുന്നു അവിടെ കണ്ടിരുന്നത്? ഈ മെയ് മാസം 22-ാം തീയതി ഉച്ചയ്ക്കാണ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. ഒരു 10-25,000 ആളുകൾ അവരുടെ സമരത്തിൻ്റെ 100ാമത്തെ ദിവസമാണ് ഈ ഫാക്ടറി പൂട്ടണം. അതിന് അവർ ഉന്നയിക്കുന്ന കാര്യം, ഇത് കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ട് 2 പതിറ്റാണ്ട് കാലമായി ഞങ്ങളുടെ നാടിനെ മലിനീകരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ശ്വാസകോശ രോഗങ്ങൾ കൂടി, ക്യാൻസർ ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു, മറ്റൊരുപാട് രോഗങ്ങൾ വന്നു, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ജനങ്ങൾ പറഞ്ഞു. ജനങ്ങളുടെ പറച്ചിൽ എന്ന് പറയുന്നത് വെറുതെ ആയിരുന്നില്ല. അതിന് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്ന ഒരുപാട് പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മാത്രമല്ല ഏതാണ്ട് ഒരു 100-ലധികം തവണ വാതക ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ, ഈ ഫാക്ടറിയിൽ. അപ്പം ജനങ്ങൾ പറഞ്ഞതിൽ ഫാക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു അന്തിമ പോരാട്ടം എന്നുള്ള നിലയിൽ ജനങ്ങൾ 100 ദിവസം നീണ്ട ഒരു സമരം, അതിൻ്റെ 100ാമത്തെ ദിവസമാണ് 2018 മെയ് മാസം 22. അന്ന് ഒരു 10-25,000 ആളുകൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്താണ് ഈ സ്ഥാപനം അടച്ചു പൂട്ടണം എന്നാവശ്യപ്പെട്ടിട്ട്. ഉച്ചയോടുകൂടി ഈ ബാരിക്കേഡുകളൊക്കെ മറികടന്ന് വലിയ ജനക്കൂട്ടം മുന്നോട്ട് പോവുക. ജനക്കൂട്ടം മുന്നോട്ട് പോയി കളക്ടറേറ്റിന് മുന്നിലെത്തി വെടിവെച്ചു. പ്രകോപനങ്ങളില്ലാതെ വെടിവെച്ചു എന്ന് മാത്രമല്ല, വെടിവെപ്പിന് മുൻപ് നൽകേണ്ടിയിരുന്ന മുന്നറിയിപ്പൊന്നും നൽകിയില്ല. നമ്മൾ കാണാറില്ലേ നാട്ടിൽ ഈ യുവജന സംഘടനകൾക്ക് സമരം നടത്തുമ്പോൾ പിന്നെ ജലപീരങ്കി അല്ലെങ്കിൽ ടിയർ ഗ്യാസ്, ഗ്രനേഡൊക്കെ പ്രയോഗിക്കുന്നത്, ഇതൊന്നുമില്ല. നേരെ നിയമത്തിൽ തന്നെ അത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതെ, മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമല്ല മജിസ്ട്രേറ്റ് വരണം ഈ ഉത്തരവ്, വെടിവെപ്പ് ഉത്തരവ് കൊടുക്കാൻ. ഒന്നും ഉണ്ടായില്ല. ഞാനവിടെ പോയപ്പോൾ കണ്ട കാഴ്ച, കളക്ടറേറ്റിന് മുന്നിൽ 23-ാം തീയതി പുലർച്ചെ 6 മണിക്കാണ് ഞാനവിടെ എത്തുന്നത്. ഒരു ചെരുപ്പിലൊക്കെ ഈ ഓടി മറഞ്ഞ ആൾക്കൂട്ടത്തിന് ചെരുപ്പൊക്കെ അവിടെ വീണ് കിടക്കുന്നത്. എനിക്ക് അനൂപിന്റെ അന്നത്തെ റിപ്പോർട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളരെ ഭീകരവസ്ഥയാണ്. അതായത് ഈ ചെരുപ്പിലൊക്കെ രക്തം തളം കെട്ടി നിൽക്കുകയാണ്. പല സ്ഥലത്തും രക്തക്കറ നമുക്ക് കാണാം. ആൾക്കൂട്ടം പിന്നീട് നമ്മൾ പോകുന്നത് ആശുപത്രിക്ക് മുന്നില്ല. ആളുകൾ കരച്ചിലും ബഹളവും കുഴപ്പമൊക്കെ ആയിട്ട് ആൾക്കൂട്ടം നിൽക്കുകയാണ്. അതിനിടയിൽ ഞാൻ കണ്ടൊരു കാഴ്ച, പല സ്ഥലത്തും ആളുകളുടെ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ചെറിയൊരു വാഹനം, ഓട്ടോറിക്ഷ എൻ്റെ ഓർമ്മയിലുള്ളത്, ഒരാളെയും കൊണ്ട് ആൾക്കാർ വരികയാണ്. അതായത് 2ാമത്തെ ദിവസവും പ്രതിഷേധിച്ച ആൾക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചു. ഒരാൾ കൂടി മരിച്ചു. അങ്ങനെയാണ് 13 പേർ മരിക്കുന്നത്. അതിഭീകരമായ കാഴ്ച. ഒരു കാഴ്ച കൂടി ഞാനതിൽ പറയാം. കൊല്ലപ്പെട്ട 13 പേരിൽ ഒന്ന് ഒരു 17 വയസ്സുകാരി സ്നോലിൻ്റെ വീട്ടിൽ പോയിരുന്നു ഞാൻ. അപ്പോൾ സ്നോലിൻ അതിദരിദ്രമായിട്ടുള്ള കുടുംബമാണ്, കടലോര മേഖലയാണ്. ഈ സ്നോലിൻ സ്വന്തമായി പണിയൊക്കെ എടുത്ത് കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയോ? ആ കുട്ടിക്ക് വക്കീലാകേണ്ടിയില്ല. എന്തിനായിരുന്നു വക്കീലാണെന്നറിയോ? വക്കീലായതിനു ശേഷം ഞാൻ വാദിച്ച് ജയിച്ച് ഈ കമ്പനി പൂട്ടിക്കും എന്നവൾ പറഞ്ഞിരുന്നു. ആ സ്നോലിൻ്റെ വീട്ടിൽ പോയപ്പോൾ സത്യത്തിൽ കരഞ്ഞു പോയിരുന്നു. അനുപ, അതിൽ ഇന്നലെ കോടതി തന്നെ പറഞ്ഞത്, ഈ കമ്പനി ആവർത്തിച്ച് അതായത് പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടും അതൊന്നും പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പരിസ്ഥിതി മലിനീകരണം അത്രത്തോളം ഒരു വലിയ വിഷയമായിരുന്നല്ലേ? അതിരൂക്ഷമായിരുന്നു. 90കളുടെ തുടക്കത്തിലാണ് ഈ കമ്പനി വരുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരുപാട് നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ കമ്പനിക്ക് ചുറ്റും ഒരു ഗ്രീൻ ഏരിയ ഒക്കെ രൂപീകരിക്കണം, ഒരു കാരണവശാലും മലിനീകരണം ഉണ്ടാവരുതെന്ന് നിർദ്ദേശമുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് കമ്പനി പ്രവർത്തിച്ചത്. ഈ തമിഴ്നാട്ടിലുണ്ടായിരുന്ന അന്നത്തെ മാറി വന്ന സർക്കാരുകളുടെ പിന്തുണ ലഭിച്ചു എന്ന് മാത്രമല്ല, കേന്ദ്രത്തിലുള്ള സർക്കാരുകളുടെ പിന്തുണ ലഭിച്ചു. വേദാന്ത വലിയ കമ്പനിയല്ലേ? ഈ 90കൾക്ക് ശേഷം ഇന്ത്യയിലും തമിഴ്നാട്ടിലും ഒക്കെ വിവിധ സർക്കാരുകൾ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നിലപാട് എന്തായിരുന്നു? ഇത് തമിഴ്നാട്ടിൽ ജയലളിത ഒരു തവണ ഈ കമ്പനി അടച്ചുപൂട്ടാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. പക്ഷേ അവർ ഇവിടെ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ വന്നു, സുപ്രീം കോടതിയിൽ വന്നു. അവർക്ക് വീണ്ടും തുറക്കാനുള്ള അനുമതി ലഭിച്ചു, നിയമപരമായ അനുമതി അവർക്ക് ലഭിച്ചു. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പലതിൻ്റെ സഹായം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ദുരന്തം സംഭവിച്ചത് അണ്ണാ ഡി എം കെ ഭരിക്കുമ്പോഴാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, DMK ഒരു ജെന്യൂൻ ഇഷ്യൂ ആണ്. പക്ഷേ DMK ആ വിഷയം സംസ്ഥാന വ്യാപകമായി എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യം നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. DMK അവിടെ അവർക്ക് പറ്റാവുന്ന ഏറ്റവും ഗംഭീര സ്ഥാനാർത്ഥിയെ വെച്ചു, കനിമൊഴി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക. അല്ലെ, ഇന്നലെ ആദ്യം സുപ്രീം കോടതി വിധി വന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ആദ്യ പ്രതികരണവുമായി വന്നത് കനിമൊഴിയായിരുന്നു. തൊട്ടു പിന്നാലെ സ്റ്റാലിൻ വന്നു. അതെ, ഈ കനിമൊഴിയും സ്റ്റാലിനും
DMK-യുടേത് അല്ലെങ്കിൽ ഇടത് പാർട്ടികളുടേത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതാക്കൾ അവിടെ പോയി ജനങ്ങളെ കണ്ട് അവർക്ക് വേണ്ടി കൂടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് ഗുണം കിട്ടി. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനിമൊഴി ലഭിച്ചത് വമ്പൻ ഭൂരിപക്ഷത്തിലാണ്. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അണ്ണാ DMK സർക്കാരിനെതിരെയുള്ള വലിയ വികാരങ്ങളിലൊന്ന് തൂത്തുക്കുടിയിലെ വെടിവെപ്പായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കൂടുതൽ പേർ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഒന്നാണ് ഈ തൂത്തുക്കുടി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഈ വിഷയം? അവിടെ ഒരു ഇലക്ഷൻ വിഷയമായിട്ട് വരും. ഇപ്പോൾ ഇലക്ഷൻ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അല്ല, ഈ തവണത്തെ ഇലക്ഷനിൽ സ്റ്റേറ്റിൽ വ്യാപകമായിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഒന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ശേഷി ഇപ്പോൾ തൂത്തുക്കുടിക്കില്ല. പക്ഷേ തൂത്തുക്കുടി എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രദേശത്ത് വിഷയം നിലനിൽക്കുന്നുണ്ട്. ആ വികാരം ഉറപ്പായിട്ടും കോൺഗ്രസ്, DMK, ഇടത് സഖ്യത്തിനായിരിക്കും, ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കും. അനൂപ് ഈ തമിഴ്നാട്ടിൽ വ്യാപകമായി സഞ്ചരിച്ച് ഇങ്ങനെ റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലത്തെ ഏതെങ്കിലും വിഷയം ഈ തമിഴ്നാട്ടിൽ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടോ? അതായത് ഇങ്ങനത്തെ ഈ പരിസ്ഥിതി പ്രശ്നം അങ്ങനെ? ഉറപ്പായിട്ടും. ഞാൻ നേരത്തെ പോയൊരു സമരം, ഒരു ഗ്രീൻ ഹൈവേ എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് അണ്ണാ DMK സർക്കാരിൻ്റെ സമയത്താണ് കൊണ്ടുവന്നത്. ചെന്നൈ സേലം ഹരിത ഇടനാഴി ഏതാണ്ട് 310 കിലോമീറ്റർ. കേരളവുമായി എന്തോ ഒരു ബന്ധമില്ലേ? ഇല്ല, കേരളമായിട്ട് ബന്ധമില്ല. ഈ ഹരിത ഇടനാഴി എന്ന് പറയുന്നത് ഏതാണ്ട് 310 കിലോമീറ്റർ ഉണ്ട്. അത് ചെന്നൈയിൽ നിന്ന് സേലത്തേക്ക് പോകുന്ന ദൂരം കുറയ്ക്കാനും വേഗത്തിലെത്താനും വേണ്ടിയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും വികസനത്തിന് വേണ്ടി കുടിയൊഴിപ്പിക്കേണ്ടി വരും. പക്ഷേ ഇവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. അതായത് 2014 ഭൂമി ഏറ്റെടുക്കാൻ നിയമത്തിൽ പറയുന്ന പോലെ പൈസ കൊടുക്കാൻ തയ്യാറല്ല ഗവൺമെൻറ്. അപ്പോൾ അത് വലിയ പ്രതിഷേധമായിരുന്നു. അതും അന്ന് അണ്ണാ DMK-ക്കും BJP-ക്ക് എതിരാവുകയും DMK-ക്കും കോൺഗ്രസ് അനുകൂലമാവുകയും ചെയ്തിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നത് എന്തെന്നറിയാം, ഈ കഴിഞ്ഞ കുറേ കാലഘട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞ് ഈ ഉത്തരേന്ത്യയിൽ ഇത്തരം പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും വലിയ തോതിലൊന്നും ഇപ്പോൾ ചർച്ചയൊന്നും ആകുന്നില്ല. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അല്പമെങ്കിലും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഒരു ഇടപെടലുകളും ഒക്കെ ഒരു ജനകീയ പ്രക്ഷോഭങ്ങളൊക്കെ ജനകീയ മുന്നേറ്റങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അതെ, ഇതും സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ ഈ തൂത്തുക്കുടി ആയിരിക്കില്ല, മറ്റ് പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കാം എന്ന് നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഉറപ്പായും കാത്തിരിക്കാം.